ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മിക്സഡ് മോക്ക് ടെസ്റ്റാണ്. അതായത് കുറേയധികം നമ്മുടെ സിലബസിൽ പറയുന്ന കുറേയധികം മേഖലകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തിട്ട് മിക്സഡ് ആയിട്ട്, കാരണം നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ എവിടെയൊക്കെ എത്തി എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ മിക്സഡ് മോക്ക് ടെസ്റ്റിൻ്റെ ഒരു പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർക്ക് ഇവിടെ ഐ ബട്ടണിനകത്ത് പാർട്ട് 1ൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പാർട്ട് 1 കാണാനായിട്ട് സാധിക്കും. ഇത് പാർട്ട് 2 ആണ്. ബാക്കി നമ്മുടെ LPUP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ, റിവിഷനുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ, ടോപ്പിക് വൈസ് ക്ലാസ്സുകളെല്ലാം തന്നെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ ഒതുങ്ങി നിൽക്കും. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് കുറേയധികം മേഖലകളിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാത്ത മേഖലകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും സാധിക്കുന്നുള്ളതാണ്. സോ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പേജ് 3 അക്കാദമിയുടെ മോക്ക് ടെസ്റ്റുകളും റിവിഷനൊക്കെ ചെയ്യാനായിട്ടൊരു ബുക്ക് മാറ്റി വയ്ക്കാൻ. അപ്പോൾ അതിന് എടുത്തോളൂ. അതിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ 10 നമ്പർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചു തരും, അതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കുക. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേയധികം ഫാക്റ്റുകൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ക്ലാസ്സിന് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിവിഷനിൽ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം, കുശവൻ്റെ ചക്രം ഏതു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? നമുക്ക് സംസ്കാരം എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ സിലബസിൽ. ആ ഒരു മേഖലയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. കുശവൻ്റെ ചക്രം ഏതു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, റോമൻ സംസ്കാരം. അപ്പോൾ ഏതാണ് സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എഴുതുക. സമയം കൂടുതൽ വേണ്ടവർ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ പോസ് ചെയ്തോളൂ. കാരണം നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സമയം നിങ്ങൾ എടുക്കും, അറിയാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരം ഏതായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് 4-5 സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ പോലെ തന്നിട്ടുണ്ട്. നോക്കുക, വ്യവസായ മേഖലയുടെ നിയന്ത്രണം നീക്കൽ. രണ്ടാമത്തേത് ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ. 3 നികുതി പരിഷ്കാരങ്ങൾ. 4 വിദേശ നാണയ പരിഷ്കാരങ്ങൾ. 5 വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. 5 എണ്ണം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരം അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഏതായിരുന്നു എന്നുള്ളതാണ്. ഇതിലേതെല്ലാമാണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓപ്ഷൻ ഉണ്ട്, 3 മാത്രം ശരി, 2, 3 ശരിയാണ്, അതുപോലെ 1, 2, 4 എന്നിവ ശരിയാണ്. ഇവയെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലിരുത്തി വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത്, നമ്മുടെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കറിയാം, ഈ വരുന്ന ജനുവരി 15 തിങ്കളാഴ്ചയാണ് നമ്മൾ LPUPക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ 7ാമത്തെ ക്രാഷ് കോഴ്സ് ബാച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങണമെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി 3 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ പ്രീ റെക്കോർഡ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളെല്ലാം തന്നെ വരുന്നുണ്ട്. മെൻറ്റർ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ സ്റ്റഡി നോട്ടുകൾ, നമ്മൾ തരുന്ന വീഡിയോ ക്ലാസ്സുകളുടെ സ്റ്റഡി നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, PDF രൂപത്തിൽ സ്ലൈഡായിട്ടല്ല, അല്ലാതെയുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുള്ള നോട്ടുകൾ PDF അവൈലബിൾ ആണ്. OMR എക്സാമുകൾ എല്ലാ ആഴ്ചയിലും 100 മാർക്കിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ളത് നടത്തും. റിവിഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ PYQ സെക്ഷൻസ് എല്ലാം നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന തിങ്കളാഴ്ചത്തെ ബാച്ചിൽ ഇന്ന് തന്നെ നിങ്ങൾ വിളിച്ച് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കുക, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 3 പ്രസ്താവന തന്നിട്ടുണ്ട്. 1, ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അടുത്തത്, ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ്. അടുത്തത്, ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. നോക്കുക, 1, 2, 3 എന്നിവ ശരി, 1, 3 എന്നിവ ശരി, 2, 3 എന്നിവ മാത്രം ശരി, 1, 2 എന്നിവ മാത്രം ശരി. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പോസ് ചെയ്തോളൂ, നോക്കിക്കോളൂ, മനസ്സിലാക്കുക, എഴുതുക. അടുത്തത്, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെന്ത് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. ഓക്കെ, അടുത്ത 5ാമത്തേത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ 1, 2, 3, 4 4 എണ്ണം തന്നിട്ടുണ്ട്. അതുപോലെ ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇതുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ചേരുംപടി ചേർക്കേണ്ടത്. 1 ജീവകം E, ജീവകം K, ജീവകം D, ജീവകം A തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈ പറയുന്ന A എന്താണ്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം ഇതിലേതാണ്? മുറിവുണങ്ങുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഇതിലേതാണ്?
നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്താണ് വൈറ്റമിൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ 1, 2, 3, 4 എന്നിവയെ നിങ്ങൾ ABCD ആയിട്ട് കണക്ട് ചെയ്യുക. 4 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഞാൻ എന്തായാലും വായിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കുക. എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. 6ാമത്തേത്, ധാന്യവുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. 1ാമത്തേത്. 2, ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് എന്തിൻ്റെ, ഈ പറയുന്ന ധാന്യകത്തിൻ്റെ മുഖ്യ ധർമ്മമായിട്ട് പറയുന്നത്. പിന്നെയോ അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. അടുത്ത 4ാമത്തേത്, ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്ത് ധാന്യകവുമായി ബന്ധപ്പെട്ടിട്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ. 7ാമത്തേത്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന മൂലകം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇരുമ്പ്, കാൽസ്യം, സോഡിയം, അയഡിൻ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, എഴുതുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണത്. അടുത്ത 8ാമത്തേത്, ഹൈഡ്രജനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എണ്ണമാണ്, നമുക്ക് പഠിക്കേണ്ടതാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, നക്ഷത്രങ്ങളുടെ പ്രധാന ഊർജ്ജ ഉറവിടം, കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഇതിലേതാണ് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. ഓപ്ഷൻ എഴുതിയാൽ മതിയാവും. അടുത്തത് 9ാമത്തെ ചോദ്യം, ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത്. ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. ചാലനം, സംവഹനം, വികിരണം ഇവയൊന്നുമല്ല. ഇത് ഏതാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, അത് എഴുതുക. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആസിഡുകൾക്ക് യോജിച്ചവ തിരഞ്ഞെടുക്കുക. കാരരുചിയുണ്ട്, ചുവന്ന ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം നീലയാക്കുന്നു, നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാക്കുന്നു, പുളിരുചിയാണ്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതാണ് എന്താണ് ആസിഡുകൾക്ക് യോജിച്ച പ്രസ്താവന എന്നുള്ളത് തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷനകത്ത് നിന്ന് ഏത് ഓപ്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതിയിട്ടുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു സമയം വേണ്ടുള്ളവർ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറഞ്ഞിരുന്നു. സോ നമ്മൾ എല്ലാവരും ഒരേ സ്പീഡായിരിക്കില്ലല്ലോ, അപ്പോൾ സ്പീഡുകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ ആൻസറിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാത്ത മേഖലകളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പഠിച്ചു പോവുക. ഇനി അറിയാത്തതാണെങ്കിൽ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കുക, കുശവൻ്റെ ചക്രം അല്ലേ, ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? നമുക്ക് സംസ്കാരങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് 1ാമത്തേത് സി ആണ്. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്, കുശവൻ്റെ ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ 1ാമത്തേതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ശരിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരം ഏതായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഇവിടെ ആദ്യത്തേത് വ്യവസായ മേഖലയുടെ നിയന്ത്രണം നീക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ശരി തന്നെയാണ്. നിങ്ങളത് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതുപോലെ ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ ശരിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നികുതി പരിഷ്കാരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ നികുതി പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നതും ശരിയാണ്. പിന്നെയോ വിദേശ നാണയ പരിഷ്കാരങ്ങൾ, അതും എന്തിൻ്റെ ഭാഗം തന്നെയാണ്? ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ തന്നെയായിരുന്നു, ഒന്നായിരുന്നു. പിന്നീട് വന്നാണ് വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ, അതും എന്താണ്, ശരിയായിട്ടുള്ള. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഭാഗമായിരുന്നത് ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നുള്ളതാണ്. 5ഉം ഈ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരി എന്നുള്ളത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ 5 എണ്ണം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ. അടുത്തത്, ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. പിന്നെയോ ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ശരിയാണോ? അയ്യപ്പൻ തന്നെയാണ്. നമ്മൾ ചട്ടമ്പി സ്വാമികളെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ നിന്നാണ്? വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 2ാമത്തെ ഒരു പോയിന്റ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിച്ചു. പിന്നെയോ ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അല്ലേ? അതെ, സ്മാരകം പന്മനയിൽ തന്നെയാണ്. അപ്പോൾ അതും എന്താണ്, ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ എ 1, 2, 3 എന്നിവ ശരി എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കും. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ശരിയായത് ഏത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. ശരിയായത് തെറ്റായത് എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ.
അടുത്തത് നാലാമത്തേത് ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷപാളി. വളരെ സിമ്പിളാണ്. അന്തരീക്ഷപാളികൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹരിസാറ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിനകത്ത് കാണാൻ സാധിക്കും. ഏതാണ് ഇത്? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തേത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജീവകങ്ങൾ തന്നിട്ടുണ്ട്, അവയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. നോക്കുക, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം അല്ലേ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, അതുപോലെ തന്നെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം, പിന്നെയോ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു, പിന്നീട് എന്താണ്, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കും? നോക്കുക, മൂന്നാമത്തെ ജീവകം ഡിയിലെ അതെന്ന് പറയുന്ന എ ഓപ്ഷൻ നമുക്കതിനെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 3 എന്ന് പറയുന്നത് എ വരുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇത് 3A ആണോ? അല്ല. ഇത് 3A ആണോ? അല്ല. പിന്നെയുള്ളത് ഇതും ഇതുമാണ് അല്ലേ. 3A വരുന്ന ഇതുമുണ്ട്, ഇതുമുണ്ട് അല്ലേ. നോക്കുക, ഒന്നാമത്തേത് ജീവകം ഇ അല്ലേ. ജീവകം ഇയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം എന്താണ് ഏത് പറക്കുന്നത്? ജീവകം ഇയുമായിട്ട് ബന്ധപ്പെടുകയാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 നമുക്ക് കിട്ടി. അപ്പോൾ 1 ഡി വരുന്ന ഏതൊക്കെയാണ്? നോക്കുക, 1 ഡി വരുന്ന ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ബി ഓപ്ഷൻ ശരിയാണെന്ന് പറയാം. കാരണം 1 എന്ന് പറയുന്നത് ജീവകം ഇ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഡി. കണ്ടോ, ഡി എന്താണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്ത് കിടക്കുന്നുണ്ട്? ജീവകം ഇ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കൂ, 2C ആണല്ലേ. രണ്ടാമത്തെ എന്താണ്? കണ്ണ്, ത്വക്ക്, 2 ഇവിടെയാണ്. രണ്ടാമത്തെ എന്താണ്? ജീവകം കെ അല്ലേ. അത് വന്നിട്ടുള്ള എന്താണ്? സി ഓപ്ഷനാണ്. അതായത് നോക്കുക, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു അല്ലേ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അതെന്താണ്? ജീവകം കെ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഓപ്ഷൻ ഇവിടുത്തെ സി ആണ് വരുന്നത്. അടുത്ത നമുക്ക് നാലാമത്തേത് ബി ആണ് വരുന്നത്. നാലാമത്തെ എന്ന് പറയുമ്പോൾ ജീവകം എ എന്ന് പറയുന്നത് എന്താണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ബി. അപ്പോൾ നമുക്കാണെങ്കിൽ 1 ഡി, അതുപോലെ തന്നെ 2C, 3A, 4B എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത് ആറാമത്തേത് ധാന്യവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. നോക്കുക, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ട് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ശരിയല്ലേ? നോക്കുക, അതിവിടെ തന്നെ പഠിക്കുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് എന്ത് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന ശരിയാണ്. അതിവിടെ തന്നെ പഠിച്ചു പോവുക. അടുത്തത് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് എന്ത്? അതിൻ്റെ മുഖ്യധർമ്മം. ശരിയല്ലേ? അപ്പോൾ ആ ഒരു പ്രസ്താവനയും നമുക്കിവിടെ ശരിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. നോക്കുക, പിന്നെ അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ശരിയാണോ? ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തെറ്റൊന്നും പഠിക്കുന്നില്ല, ശരികൾ മാത്രമാണ് ഇപ്പോൾ പഠിച്ചു വന്നിട്ടുള്ളത്. 1, 2, 3 ഇനി അവസാനത്തേതിലേക്ക് പോകുന്ന സമയത്ത് ധാന്യങ്ങൾ, ധാന്യകമല്ല ഇത് ധാന്യം അല്ലേ. ധാന്യങ്ങൾ, അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ, ഏത് രൂപത്തിലാണ്? അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ശരിയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? എല്ലാ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ ധാന്യകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ധാന്യകവുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ 1, 2, 3, 4 എന്നിവ ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഏഴാമത്തേത് വളരെ സിമ്പിളായിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന മൂലകം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അത് അയഡിനാണ്, നമുക്കറിയാം. അടുത്തതോ ഹൈഡ്രജനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്താണ്? ഹൈഡ്രജനാണ്, നമുക്കറിയാം. നക്ഷത്രങ്ങളുടെ പ്രധാന ഊർജ്ജ ഉറവിടം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹൈഡ്രജനാണ്. പിന്നെയോ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏത്? അതും ഹൈഡ്രജനാണ്. പിന്നെയോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണോ? അത് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടതല്ല. അപ്പം നമുക്ക് ഇവിടെ എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ തന്നെയാണ്. നക്ഷത്രങ്ങളുടെ പ്രധാന ഊർജ്ജ ഉറവിടം ഹൈഡ്രജൻ തന്നെയാണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനവും ഹൈഡ്രജൻ. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. പിന്നെയോ ഇവിടെ തെറ്റായതെന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഡി ആണോ ഇവിടുത്തെ? എന്താണ്? ഈ ഒരു ഡി ഓപ്ഷൻ എഴുതിയവർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെയോ അടുത്തത് ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? അത് വികിരണം. നമുക്കറിയാം അല്ലേ, വികിരണമാണ് എന്ന കാര്യം നമുക്ക് അറിയാം. വികിരണം.
ഓക്കെ അല്ലേ? അടുത്ത ലാസ്റ്റ് ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആസിഡുകൾക്ക് യോജിച്ചവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസിഡാണ്. ആസിഡ് എന്ന് പറയുമ്പോൾ നോക്കുക, കാരരുചി ചുവന്ന ലിറ്റ്മസ് പേപ്പറിൻ്റെ നിലം നീലയാക്കുന്നു, നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാക്കുന്നു. പുളിരുചിയാണ് ആസിഡ്. ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ ആസിഡുമായി ബന്ധപ്പെട്ട് യോജിച്ച് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസിഡിൻ്റെ ഒരു കളർ വരുമ്പോൾ ഡേഞ്ചർ ചുവപ്പ് എന്നുള്ളൊരു മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താക്കും? ചുവപ്പാക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയാണ്. ഇനിയാണ് ഏത്? അപ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം നീലയാക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ചുവപ്പാണ് ആക്കേണ്ടത്, ആസിഡാണ്. പിന്നെ കാരരുചിയാണ്, പുളിരുചിയാണ് അല്ലേ? അപ്പോൾ ആസിഡ് നമുക്ക് നാരങ്ങയൊക്കെ ആലോചിക്കുമ്പോൾ നാരങ്ങ കഴിക്കുമ്പോൾ പുളിരുചിയാണോ കാരരുചിയാണോ? ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ, പുളിരുചി തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ശരി, ഇത് രണ്ടെണ്ണം തെറ്റാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് യോജിച്ചവ, അതായത് ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ശരി. ഇവിടെ 3ഉം 4ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 3, 4 എന്നിവയാണ് ആസിഡുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളവ എന്നുള്ളത്. ക്ലിയർ ആയോ? നമ്മൾ 10 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ടുണ്ടാകുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി നമ്മുടെ സൗജന്യ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചുവടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. നമ്മളവിടെ ദിവസേന ക്ലാസ്സുകൾ തരുന്നുണ്ട്, ആഴ്ചയിൽ റിവിഷനൊക്കെ സൗജന്യമായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് അല്ലെങ്കിൽ റിവിഷൻ ടെസ്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാണാം. താങ്ക്